ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്ന സംഭവമാണ് 3 ജ്ഞാനികളുടെ സന്ദർശനം. സുവിശേഷം അവരുടെ പേരുകൾ പറയുന്നില്ല എങ്കിലും 3 രാജാക്കന്മാർ അഥവാ ജ്ഞാനികൾ ഗാസ്പർ, ബെൽത്താസർ, മെൽക്കിയോർ എന്നിവരാണെന്ന് പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ കർത്താവിന് സമ്മാനങ്ങളും കാഴ്ചവെച്ചു. പൊന്നും മീറയും കുന്തിരിക്കവും. പൊന്ന് ഈശോയുടെ രാജകീയതയും മീറ പൗരോഹിത്യത്തെയും കുന്തിരിക്കം അവിടുത്തെ മരണത്തെയും സൂചിപ്പിക്കുന്നു. വചനം പറയുന്നത് ഈശോയെ കണ്ട ശേഷം അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി എന്നാണ്. ഈ മറ്റൊരു വഴിയെ ഇങ്ങനെയും വ്യാഖ്യാനിക്കാമെന്ന് തോന്നുന്നു. അതായത് തമ്പുരാനെ കണ്ടവർക്ക് പുതിയ വഴികളും കാഴ്ചപ്പാടുകളും ലഭിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ ജീവിതം മാറ്റത്തിന് പുതിയ വഴികൾ തിരഞ്ഞെടുക്കുന്നു. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതുവരെ നടന്ന വഴികൾ ആയിരുന്നില്ല നടക്കേണ്ടിയിരുന്ന വഴികളെന്ന്? അങ്ങനെയുണ്ടായാൽ അത് മാനസാന്തരത്തിന്റെ പാതയാണ്. ആ തിരിച്ചറിവാണ് മാനസാന്തരം. നടക്കുന്ന വഴികളിലെ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ജീവിതശൈലികളിലെ തിന്മകൾ, തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരിച്ചറിയാം. അവയെ തിരുത്തി യഥാർത്ഥത്തിൽ നടക്കേണ്ട നന്മയുടെ ശരിയുടെ പുതുവഴികൾ തേടാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ, ഒരു ദിനം കൂടി നൽകിയതിന് നന്ദി പറയുന്നു. ജീവിത വഴിത്താരയിൽ നിന്നെ കണ്ടുമുട്ടിയവരെല്ലാം, നിന്നെ അനുഭവിച്ചവരെല്ലാം പിന്നീട് തിരിഞ്ഞ് മാനസാന്തരത്തിന്റെ, അനുതാപത്തിന്റെ, നന്മയുടെ പുതിയ വഴികൾ ആയിരുന്നു. നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയാനും നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ എന്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെ സഫലമാക്കണമേ. ഈശോ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.